പാവ ടാസ്കിൽ അനുമോളെ അക്ബർ ഫിസിക്കലി അറ്റാക്ക് ചെയ്തു എന്ന വിഷയത്തിൽ ലാലേട്ടൻ പ്രതികരണവുമായി മുന്നോട്ടെത്തിയിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അതായത് ടാസ്കിൽ മുമ്പിൽ നിന്ന രണ്ടുപേർ തമ്മിൽ പാവകളെ സ്വന്തമാക്കാൻ ഒരു ശക്തി മത്സരം നടന്നത് അവർ രണ്ടുപേരും അതിൽ കൂടുതൽ ഇൻവോൾവ് ആയതുകൊണ്ടുള്ള ടാസ്കിൻ്റെ ഭാഗം തന്നെയല്ലേ എന്നാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. അല്ലാതെ അത് കരുതി കൂട്ടിയുള്ള അതായത് അനുമോളെ മനഃപൂർവ്വം ആക്രമിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി അക്ബർ ചെയ്ത ഒരു ആക്റ്റായിട്ട് ഞങ്ങൾക്കാർക്കും തോന്നിയില്ല എന്നാണ് ലാലേട്ടൻ പറയുന്നത്. പിന്നെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ടാസ്കും മെൻ്റൽ ടാസ്കും അങ്ങനെ എല്ലാം കൂടി ഉൾപ്പെടുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലെ സ്ത്രീ ആയതുകൊണ്ട് അത് ചെയ്യരുത്, അല്ലെങ്കിൽ പുരുഷനായതുകൊണ്ട് അവിടെ മാറി നിൽക്കണം, സ്ത്രീകൾ ഇങ്ങോട്ട് മാറി നിൽക്കണം, അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. കാര്യം ടാസ്ക് ജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഈ പാവശാസ്ത്രം ടാസ്കിൻ്റെ ഭാഗമായിട്ട് പാവകളെ എടുക്കാൻ വേണ്ടി അക്ബർ ശ്രമിച്ചപ്പോൾ അക്ബറിൻ്റെ മുന്നിൽ നിന്നത് അനുമോളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാവകൾ എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അനുമോളെ ടച്ച് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അനുമോളെ പിടിച്ച് തള്ളിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങോട്ടൊന്ന് പുഷ് ചെയ്തിട്ടുണ്ടാവും. ഇതെല്ലാം ആ ടാസ്കിൻ്റെ ഭാഗമാണ്. കഴിവ് കൊണ്ടും ശക്തി കൊണ്ടും നേടുന്നത് ടാസ്കിൻ്റെ ഭാഗം തന്നെയല്ലേ എന്നൊക്കെയാണ് ലാലേട്ടൻ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ പേരിൽ കരഞ്ഞ് നിലവിളിച്ച് വുമൺ കാർഡൊക്കെ ഇറക്കുന്നത് പുറത്ത് പ്രേക്ഷകർ കാണുന്നുണ്ടെന്നും ഇതുവഴി പ്രേക്ഷകർ അനുമോളെയും അക്ബറിനെയും എല്ലാവരെയും വിലയിരുത്തുന്നുണ്ടെന്നും അതുകൊണ്ട് ടാസ്ക് ആയാലും മറ്റുള്ള പ്രവൃത്തികളായാലും എന്തായാലും സൂക്ഷിച്ച് ചെയ്യുക എന്നും ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. എന്തായാലും അക്ബറിനെ ഫേവറിസം കാണിച്ചാണ് ലാലേട്ടൻ സംസാരിക്കുന്നത്. അതായത് ഇത് ടാസ്കിൻ്റെ ഭാഗമാണെന്നും അത് അക്ബർ മനഃപൂർവ്വം അനുമോളെ ചെയ്തൊരു കാര്യമല്ലെന്നും അത് ഇത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമില്ലെന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെയുള്ള കുറച്ച് പേരുടെ ഒപ്പീനിയനും ഈ കേസ് ചോദിക്കുന്നുണ്ട്. എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ് അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.